അക്ഷയ തൽക്കാലം ഒന്ന് ആശ്വസിക്കാമെന്ന് തോന്നുന്നു. കാരണം നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, രാവിലെ സ്വർണ്ണവില കൂടി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നീട് അധികം താമസിക്കാതെ തന്നെ വീണ്ടും സ്വർണ്ണവിലയിൽ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. അത്തരത്തിൽ 4 തവണ വരെ സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ച ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വില ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയാനാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും നമ്മൾ ദിവസങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം അക്ഷയ സൂചിപ്പിച്ചതുപോലെ അല്പം ഒന്ന് ആശ്വസിക്കാവുന്നതാണ്. ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 3680 രൂപയാണ് ഇന്നത്തെ ദിവസം പവൻ വില ഇതുവരെ കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1,13,240 രൂപയിലേക്ക് പവൻ വില എത്തിയിട്ടുണ്ട്. ഗ്രാമിനാകട്ടെ 460 രൂപ കുറഞ്ഞിട്ടുണ്ട്. 14,155 രൂപയിലേക്കും എത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ സ്വർണ്ണ വിലയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കാണുന്നതാണ്, കൂടിയും കുറഞ്ഞും ഒക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വർണ്ണവില 2 ലക്ഷത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയ്ക്ക് അരികിലേക്കൊക്കെ നമ്മൾ എത്തിയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് സ്വർണ്ണവില ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു വരികയാണ്. അപ്പോഴും 1 ലക്ഷത്തിൽ കൂടുതൽ തന്നെയാണ് സ്വർണ്ണവില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 1,13,240 രൂപയിൽ നമുക്ക് ഇന്നൊരു പവൻ ലഭിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. കാരണം അല്പം കൂടി സ്വർണത്തിന് നമ്മൾ ജ്വല്ലറിയിൽ പോയി നോക്കുമ്പോൾ അവിടെ GSTയും പണിക്കൂലി അടങ്ങിയ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ നൽകേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ 1,13,000 കൂടുതൽ വില നൽകിയെങ്കിൽ മാത്രമേ പവൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്നലെയും സ്വർണത്തിന് വലിയ രീതിയിലുള്ള കുറവ് കൂടുതലും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ രാവിലെ വില കൂടി നിൽക്കുകയാണെങ്കിൽ ഉച്ചയായപ്പോഴത്തേക്കും വില അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ 5000-ഓളം രൂപയാണ് ഇന്നലെ കൂടിയിരുന്നത്. പവന് 4,840 രൂപ അതിനോടടുത്ത സ്വർണ്ണവില കൂടിയിരുന്നു. പിന്നീട് വൈകുന്നേരമായപ്പോഴത്തേക്കും 800 രൂപ കുറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഓരോ ദിവസവും സ്വർണ്ണവില കൂടിയും കുറഞ്ഞും അങ്ങനെ മാറി മറിയുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങൾ കൂടി നിൽക്കാനാണോ അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കാനാണോ സാധ്യത എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് ഇപ്പോൾ സ്വർണ്ണവില മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്വർണ്ണവില ഇന്നത്തെ ദിവസം ഈ നിമിഷം വരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർണ്ണവില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മളോട് തന്നെ സ്വർണ്ണ വ്യാപാരികൾ പറഞ്ഞിരുന്നത് സ്വർണം വിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ആളുകൾക്കുള്ളത് എന്നുള്ളതാണ്. ആരും സ്വർണം വാങ്ങാനായി എത്തുന്നില്ല. പകരം കയ്യിലുള്ള സ്വർണം നിക്ഷേപമായി തന്നെ കരുതിയിരുന്ന സ്വർണത്തെ വിറ്റ് പണമുണ്ടാക്കുക എന്നുള്ള തരത്തിലേക്കാണ് ആളുകൾ പോരുന്നത്. തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും സ്വർണ്ണവില ഇത്തരത്തിൽ ഇനിയും കുറഞ്ഞു വരികയാണെങ്കിൽ ഒരുപക്ഷെ സ്വർണത്തിലേക്ക് വീണ്ടും ആളുകൾ തിരിയുമെന്ന് നമുക്ക് കരുതേണ്ടി വരും. സ്വർണം വാങ്ങാൻ ഉള്ള ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ ഈ സ്വർണ്ണവിലയിലുള്ള നഷ്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.